വയനാട് കളക്ടറേറ്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ജോയിന്റ് കൌൺസിൽ നേതാവ് പ്രജിത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജീവനക്കാരി. പ്രജിത്ത് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്ന് പിൻവലിച്ചെന്നും ജീവനക്കാരി പറഞ്ഞു. ലൈംഗിക ചുവയോടെയുള്ള സംസാരം ആവർത്തിച്ചതോടെയാണ് പരാതി നൽകിയത്. മന്ത്രിതലത്തിൽ ഇടപെട്ട് സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് പ്രജിത്ത് തന്നെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിൽ നിന്ന് നീതി കിട്ടിയില്ലെന്നും ജീവനക്കാരി പറയുന്നു. ഇന്റേണൽ കമ്മിറ്റിയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ പ്രജിത്ത് എന്ന് പറയുന്ന ആൾ മോശമായിട്ട് പെരുമാറിയതിനെ തുടർന്നിട്ട്. അപ്പം അതിൻ്റെ ഒരു പ്രൊസീജിയർ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം നടന്നത് വെച്ചിട്ട് അവർ അയാളെ ട്രാൻസ്ഫർ ആക്കണം എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്ത് PAക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അവൻ സ്റ്റേ വാങ്ങി വെച്ച പ്രൊസീജിയർ ലാപ്സ് കാണിച്ചിട്ട് ആപ്ലിക്കേഷൻ്റെ കോപ്പി, എൻ്റെ പരാതിയുടെ കോപ്പി പുള്ളിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേ വാങ്ങുക ചെയ്തത്. പിന്നെ രണ്ടാമത് ജഡ്ജ്മെൻ്റ് ആയിരുന്നു. ഒന്നും കൂടി ഇൻ്റേണൽ കമ്മിറ്റി നടപടികൾ തുടരാമെന്ന് പറഞ്ഞ് ജഡ്ജ്മെൻ്റ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നെയും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻ്റേണൽ കമ്മിറ്റിയിൽ. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞു വിടും, എന്നെ ട്രാൻസ്ഫർ ചെയ്യും, സസ്പെൻഡ് ചെയ്യിക്കും. വെച്ചാൽ പുള്ളിക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ട് മോളിൽ നിന്ന് ഇടപെട്ടിട്ടെന്ന് വെച്ചാൽ മിനിസ്ട്രി ലെവലിൽ കളിച്ചിട്ട് എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിക്കും, എൻ്റെ പേരിൽ നടപടി വരും എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ വെറുതെ കള്ളക്കേസ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ സംഘടനേൻ്റെ പേരിൽ വ്യാജരേഖ ചമച്ചു എന്ന് പറഞ്ഞിട്ട് മുന്നേ ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി പുള്ളിക്ക് തന്നെ എഴുതി കൊടുത്തൊരു കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കീറിയെടുത്ത് എൻ്റെ പേരിൽ പരാതി കൊടുത്തു. ഞാൻ ഇൻ്റേണൽ കമ്മിറ്റിയിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് പുള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പോൾ പറയണത് ഞാൻ എൻ്റെ ട്രാൻസ്ഫർ തടയാൻ വേണ്ടിയിട്ട് പുള്ളീനെ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നെ അതിന് വേണ്ടിയിട്ട് പുള്ളീനെ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പുള്ളിക്ക് ഈ സംഘടനേൻ്റെ ബലമുള്ളതുകൊണ്ട് ഓഫീസിലെ മേലുദ്യോഗസ്ഥർ ഫുള്ള് പുള്ളി പറയണതാണ് കേൾക്കണേ. ഞാൻ ഓഫീസിൽ വന്ന് 22-ാം തീയതി ഓഫീസിൽ വന്നതിന് ശേഷമാണ് വേറൊരാൾ വന്ന് ജോയിൻ ചെയ്യുന്നതും എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ തരുന്നതും. അന്നേരം ഞാൻ അറിയുന്നത് ട്രാൻസ്ഫർ ആയിന്ന് പോലും. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് ഞാൻ പിന്നെ ഒപ്പിടാൻ വേണ്ടി നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഓൾറെഡി റിലീവ് ആയതുകൊണ്ട് ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓർഡറിൽ കോട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ സീനിയോറിറ്റിയാണ്. സ്റ്റേഷൻ സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ ആ ഓഫീസിൽ സ്ഥലം മാറ്റി ഓഫീസിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് വന്നിട്ട് ഒരു 7 വർഷമായി. ആ ഓഫീസിലേക്ക് തന്നെ എന്നെ മാറ്റിയത്. ഇപ്പോൾ ജില്ലയിലെ സ്റ്റേഷൻ സീനിയോറിറ്റി കാണിച്ചിട്ട് മാറ്റിയിട്ടുള്ളത് എന്നെ സെയിം സ്റ്റേഷനിലേക്ക്. അതുകൊണ്ട് എൻ്റെ സീനിയോറിറ്റി മാറുന്നുമില്ല. റീസൺ ഇതാണ്. പുള്ളിക്കെതിരെ ഞാൻ പരാതി കൊടുത്തു. വെച്ചാൽ ഹറാസ്മെൻറ്റിനാണ് പരാതി കൊടുത്തത്. അപ്പോൾ പുള്ളി കുടുങ്ങും എന്നുള്ള ഉറപ്പായപ്പോൾ പുള്ളി എന്നെ ട്രാൻസ്ഫർ ചെയ്യുക, പുള്ളീൻ്റെ സ്വാധീനം വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി അപ്പോൾ എടുത്തിട്ടുള്ള